ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കാര്യം വിശദീകരിക്കാം. ആക്ച്വലി എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കളിയിലൊക്കെ കാണാം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പകരം ഇറങ്ങുക. ഇവിടെ എക്സിനോ വൈക്കോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ കണ്ടെത്തി ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റേ ഇക്വേഷനിൽ കൊടുത്തുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് യഥാർത്ഥത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്കൊരു ഉദാഹരണം വഴി ഈ കാര്യം ക്ലിയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് 2x + 3y = 9. ഇത് ഒന്നാമത്തെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഇക്വേഷൻ x - y = 2 ആണെന്നിരിക്കട്ടെ. ഇതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ എന്താണ്, 2 + y എന്നാണ് കിട്ടുക. കാരണം ഈ -y അപ്പുറത്തേക്ക് പോകുമ്പോൾ +y ആവും. ഇതാണ് എക്സിന്റെ വാല്യൂ. ഇനി ഈ വാല്യൂ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, 2 × എക്സിന്റെ സ്ഥാനത്ത് 2 + y എന്ന് കൊടുത്താൽ +3y = 9. ഇപ്പോൾ ഇതെന്തായി മാറി, ഒരൊറ്റ വേരിയബിൾ ഉള്ള ഒരു ഇക്വേഷനായി മാറി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പ്രയാസമില്ല. 2 × 2 4 ആണ്, +2y +3y = 9. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 + 5y = 9 എന്ന് കിട്ടി. ഈ 5 വഴി നിർത്തി കഴിഞ്ഞാൽ ഈക്വൽ ടു, ഈ 4 അപ്പുറത്ത് പോയാൽ 9 - 4 which is equal to 5. therefore y = 5/5 which is equal to 1 എന്ന് നമുക്ക് y-യുടെ വാല്യൂ കിട്ടി. ഇനി y വാല്യൂ കിട്ടി കഴിഞ്ഞാൽ x എന്താണ്, what is x actually, x is equal to 2 + 1 which is equal to 3 എന്നാണ് നമുക്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സൊല്യൂഷൻ കിട്ടിയത്, x = 3 y = 1. ഇതാണ് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ. ഇനി നമുക്കിത് ക്ലിയർ ആണോ നോക്കാൻ നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്താൽ മതി. 2 × 3 6 +3 × 1 3. അപ്പോൾ 6 + 3 9 ആവും. അതേപോലെ 3 - 1 which is equal to 2. ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു യുണീക് വാല്യൂ ഉള്ളൂ. ദാറ്റ് ഈസ് x = 3 ആൻഡ് y = 1 ഈസ് ദ സൊല്യൂഷൻ. ഇങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് സോൾവ് ചെയ്യാൻ.